Everybody in the house, see the boys attack. Moving close together just to catch that killer. Make no mistake, this is no thriller. Time won't heal the pain till they get him slain. We're talking sing the story about the four real brothers. ഹലോ, നമ്മൾ ഇന്ന് പോകുന്നത് പൊന്മുടിയിലോട്ടാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ജിങ്കിയുണ്ട്, പൊള്ളാടുണ്ട്, പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഉണ്ണിമോളുണ്ട്, പിന്നെ എൻ്റെ സ്നോ ഉണ്ട്. അതായത് പോവാൻ കാരണം എന്ന് പറഞ്ഞാൽ സ്നോ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ജൂലി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ജൂലി അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീട്ടിൽ പോയി. അപ്പം അത് കാരണം നമ്മളിപ്പോൾ ഓക്കെ, പക്ഷെ സ്നോ ഇപ്പോഴും ഓക്കെ ആയില്ല. സ്നോയ്ക്ക് ഭയങ്കര വിഷമം, വീട്ടിൽ ഭയങ്കര കുരുത്തക്കേടായിരുന്നു സ്നോ. ഇപ്പം പക്ഷെ ഭയങ്കര സൈലൻ്റായി, ആൾ ഭയങ്കര ഇതായിപ്പോയി. അപ്പം സ്നോയെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാന്നുള്ളൊരു പ്ലാനിൽ നമ്മളെല്ലാവരും കൂടെ വന്നതാണ്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ. വെൽക്കം ടു ട്രാവലിംഗ് മാമോസ്. ഞാൻ ജെനി, ഞാൻ ദീപു. എൻ്റെ അമ്പോ, ഈ വണ്ടി ഇവിടെ നിന്നാണോ വെള്ളം കുടിക്കണത്? താന്നിരുന്നോളാം, ഇല്ല എന്നെ വിമാനം കുളിപ്പിക്കും. അങ്ങനെ നമ്മള് വിദുരൊക്കെ കഴിഞ്ഞു കേട്ടോ. അവളൊരു ഉണക്ക. ഭയങ്കര ടെൻഷനാണ്. കാരണം വെച്ചാൽ നമ്മൾ കാറിൽ കൊണ്ടുപോകണം, ഇനി ഹോസ്പിറ്റലാണോ എന്നൊന്നും അറിയാൻ വയ്യല്ലോ. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ എത്തുമ്പോൾ മാറിക്കോളും. നല്ല പണിയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഹായ്, എൻ്റെ പേര് ഉണ്ണി. ഇവിടെ നിർത്താനല്ല, ഇതിന്റെ അകത്തൂടെ കയറി അപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ പട്ടൊക്കെ വെച്ചിട്ടോ ഒന്നുമില്ല. അങ്ങനെ സ്നോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സ്നോ ഇരിക്കുന്നുണ്ടോ? അപ്പൊ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 4 ഹെയർ പിൻ കഴിഞ്ഞു. ഇനി എത്ര ഹെയർ പിൻ ഉണ്ട് ജിങ്കി? മൊത്തം 21 അപ്പൊ നമ്മള് ഹെയർ പിന്നുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. 60 രൂപ ബിരിയാണി കൊള്ളായിരുന്നല്ലേ? അതെ, അടിപൊളിയായിരുന്നു. ദീപചേട്ടന് ഇഷ്ടപ്പെട്ട ബിരിയാണി? കറിയില്ലേ? എവിടെ പോയി? നമ്മളങ്ങനെ ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ കടയുടെ അടുത്തായിട്ട് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും നാൾ ഒരുപാട് പ്രാവശ്യം പൊന്മുടി വന്നിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. അങ്ങനെയുണ്ട് മാങ്ങ, ഭയങ്കര പുളിപ്പ്. നല്ല ആവശ്യം ഉണ്ടായിരുന്ന വാങ്ങിക്കാൻ. എനിക്ക് വേണ്ട. അടിപൊളി വ്യൂ ആണേ, സൂപ്പർ വ്യൂ ആണേ. അവിടെ ഒരു മരം നിൽപ്പുണ്ട്, ഒരു രക്ഷയില്ല, കാണാൻ നല്ല രസമുണ്ട്. മുമ്പൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. പൊന്മുടി വരുമ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ പൊന്മുടിയിലെ റെസ്റ്റോറൻ്റ് ആണ്. നല്ല കട്ടച്ചായയും പണിപ്പൊടിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മളിപ്പോൾ കയറുന്നില്ല, കാരണം സ്നോനെ കൊണ്ട് കയറി കഴിഞ്ഞാൽ ശരിയാവില്ല. അടിപൊളി, നല്ല പൊളി സ്ഥലം ചേട്ടാ. വണ്ടി എന്ന് ഇങ്ങനെ കറങ്ങണം, കറങ്ങി പമ്പരം കറങ്ങണ പോലെ കറങ്ങണം. സാധാരണ പൊന്മുടി ഭയങ്കര തണുപ്പായിരുന്നു, പക്ഷെ കട്ട വെയിലായിപ്പോയി. ചെറിയൊരു തണുത്ത കാറ്റ് വന്നു. അയ്യോ, ഇത് കല്യാണമല്ല, എന്റെ കാലം കളിക്കണേ.
വാ അപ്പുറം പോരോ? ജനി പാടി വാ വരും ഈ കാണാ എടി വാന്ന് ശോഭ ശോഭ നീ കേറി കാല് കഴിക്കണം എന്നൊന്ന് എടുക്കുന്നു. കാര്യമുണ്ടോ? സ്നോ ഇടറാ സ്നോ ഇടറാ ഷോയുടെ പാത്രം നമ്മൾ എടുക്കാൻ മറന്നുപോയി. വണ്ടിക്കകത്ത് നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയെടുത്ത് അങ്ങ് വെച്ചുപോയി. ഞാൻ എടുക്കാം ഈ പിള്ളേര് നമ്മുടെ സൗന്ദര്യത്തിൽ മുഴുകിയിരിക്കുക. വാടാ പിള്ളേരെ, നമുക്ക് സ്ലോ മോഷനിൽ നടക്കാം. Yo, everybody in the house, see the boys attack. Moving close together just to catch that killer. Make no mistake, this is no thriller. Time won't heal the pain till they get him slain. We're talking, sing the story about the four real brothers. ഞാൻ ആരെടുത്തും പോയി ഇങ്ങനെ ഇരിക്കാറില്ല. ഞാൻ ഈ കുഞ്ഞുവാവെ കണ്ടത് കൊണ്ട് മാത്രമാണ് ഇരുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി കുഞ്ഞുവാവേനെ. തൊട്ടോ തൊട്ടോ അപ്പൂട്ടോ ആരാത്? അപ്പൂട്ടനാണ് അപ്പൂട്ടൻ. എന്താണ് അതിന്റെ ചെറുക്കാക്കളെ വിളിക്കണേ? അപ്പോ നമ്മള് കല്ലാറാണ് ഗൈസ്. കല്ലാറില് തണുത്ത വെള്ളത്തില് നല്ല രസമുണ്ട് കേട്ടോ. തണുത്ത പൊള്ളാറുണ്ടോ? ഉണ്ണിമോളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് പുര കാണണം. ഉണ്ണിമോൾ പറഞ്ഞു വെച്ചാൽ അവൾക്ക് പുര കാണണമെന്ന്. അപ്പൊ ഉണ്ണിമോൾക്ക് പുര കാണണമെന്ന് കരുതിയിട്ട് ഉണ്ണിമോൾ ഇറക്കിയതാണ് കല്ലാറ്. ജിങ്കിയാണെങ്കിൽ ജിങ്കിയാണെങ്കിൽ ചിക്സ് ഉണ്ടോ തിരക്കി നടക്കുവാണ്. ചിപ്സ് തിന്നാൻ. ആ ചിക്സ്. പക്ഷെ ഞാൻ കേട്ടത് ചിക്സ് എന്നാണ്. പൊള്ളാട് ചിക്സ് എന്നല്ലേ കേട്ടത്? ഞാൻ ഒന്നും കേട്ടില്ലല്ലോ. അതവ അങ്ങനെ പറയുള്ളൂ. കാരണം അവർ ഭയങ്കര ചങ്കാണ്. പക്ഷെ ഞാൻ കേട്ടത് ചിക്സ് ആണ്. എവിടെ ഇറങ്ങിയാലും ജിങ്കി ചിക്സ് ഇല്ല എന്ന് പറയുന്നു. ചിപ്സിനോടുള്ള ആഗ്രഹം കൊണ്ടാണോ ഈ ചിക്സ് എന്ന് പറയണത് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ണിമോൾ എന്താ പറയണുണ്ടേ?
നമ്മുടെ സ്നോയ്ക്കാണെങ്കിൽ വെള്ളം കണ്ട അലർജിയാണ്. കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ പോലും അവൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കാണിക്കും. കാരണം അവൾക്ക് വെള്ളം ഇഷ്ടമല്ല, അവൾക്ക് കുളിക്കാനും ഇഷ്ടമല്ല. അങ്ങനെയാണ്. പക്ഷേ ഉണ്ണിമോക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം. ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനേ ഇഷ്ടമുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ കുളിക്കാൻ ഇഷ്ടമല്ല കേട്ടാ. സ്നോ ആണെങ്കിൽ വെള്ളം തൊട്ടാലും അവള് കുടിക്കാൻ മാത്രമാണ് അവള് വെള്ളം. നിങ്ങൾ വിട്ടോ വേണ്ട. അവിടെ ഉണ്ണിമോള് ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ഇവളെ ഇനി വണ്ടിയിൽ കാറിൽ കൊണ്ടുപോകണമെന്ന് തന്നെ നമുക്ക് ഇവളെ ബസ് കയറ്റി വിട്ടാലോടാ. ബസ് കയറ്റി വിടാം, തല നനപ്പിക്കൂലല്ലോ നോക്ക്. കാരണം വെച്ചാൽ അവിടെ ഫുള്ള് നനഞ്ഞ്. അപ്പൊ നമുക്ക് ഇവിടെ ബസ് കയറ്റി വിടാം, അതാണ് നല്ലത്. കണ്ടോ ഇത്രയും നനഞ്ഞ് ഇവളെ എങ്ങനെ നമുക്ക് കാറിൽ കൊണ്ടുപോകാൻ പറ്റും? ഇവിടെ നമുക്ക് ബസ് കയറ്റി വിടാം. ഓക്കെ. കണ്ടില്ല, ആളെ കണ്ടില്ല. അയ്യോ, ഇവിടെ മൊത്തം പാറയാണല്ലോ. എവിടെ കാല് വെച്ചാലും ഞാൻ വീഴും. അമ്മ അതൊരു സീനാണല്ലോ. കണ്ട് സ്നോയി വേണ്ട, നല്ല കടി കിട്ടും. ആ നീ അല്ല അത്. ഓ പിടിച്ചു. അല്ല അല്ല ഇവള് എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ. അവൾക്ക് അറിഞ്ഞൂടാ. ജില്ല കിടത്തി കളയും. വിട്ടടാ പോട്ട്. അപ്പോ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സന്തോഷമുള്ള ദിവസമാണ്. വേറൊന്നുമല്ല, നമ്മൾ സ്നോയെ കൊണ്ട് കറങ്ങാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ കുളിക്കാത്തൊരു പെൺകുട്ടി, പല്ലാതിരിക്കാത്ത കുട്ടി കുളിക്കുകയും ചെയ്ത് കണ്ട. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഹൈലൈറ്റ് സാധനം. അതായത് കുളിക്കാത്ത ഉണ്ണിമോള് കുളിച്ചു. സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് കുളിക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അത് ഇന്ന് തീർന്നു. അവൾ നല്ല രീതിയിൽ അർമാദിച്ച് കുളിച്ച്. അപ്പോ തല കുളിച്ചില്ല, ദേഹം കുളിച്ചല്ലോ. അവിടെ ആ തലക്ക്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, സംഭവം വേറൊന്നുമല്ല, ഈ തലയിലാണല്ലോ നമ്മളെ വായും പല്ലും മൂക്കും കണ്ണൊക്കെ ഇരിക്കണത്. മനസ്സിലാണോ? ഇതാ കണ്ട വേറൊന്നുമല്ല, അത്രേ ഉള്ളൂ ചെയ്തുള്ളൂ. അപ്പോൾ ട്രാവലിംഗ് മെമ്പേഴ്സിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ പൊന്മുടിയിലെ യാത്ര തീർന്നു. നമ്മൾ ഏകദേശം ട്രിവാൻഡ്രം എത്താറ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇവിടെ ഒന്ന് വന്ന് നോക്കുക. എന്താ പറഞ്ഞു ഉണ്ണിമോൾ? എന്താ പറഞ്ഞു ഒന്നോട് പറഞ്ഞേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കുട്ടി പറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വട്ടം ഇവിടെ വന്ന് നോക്കുക. അതാണ് കുട്ടി പറഞ്ഞത് അല്ലേ? അതായത് എല്ലാരും ഇവിടെ വന്ന് കാണണം. അതായത് അത്രയ്ക്ക് പൊളി വൈബ്. മലയുണ്ട്, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. Content girl.